കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളും. പ്രിയരെ, സാവധാനത്തിൽ കൊണ്ടുവയ്ക്കുവാൻ കഴിയാത്ത ഭാരം എൻ്റെ മേൽ ഉള്ളതുകൊണ്ടാണ് ഇട്ടുകൊള്ളുവിൻ എന്ന് അരിമനാഥൻ ഈ വചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. താങ്ങുവാൻ കഴിയാത്ത ഭാരം ഇടാനല്ലാതെ എനിക്ക് എന്തു ചെയ്യുവാൻ കഴിയും എന്ന് നമ്മൾ ഓർത്തു നോക്കണം. അതിൻ്റെ മുഴുവൻ ഭാരത്തോടെ ഇടുക. പ്രിയരെ, എത്ര നാളായി ഞാനിത് ചുമക്കുവാൻ തുടങ്ങിയിട്ടെന്ന് നമ്മൾ ഈ പകൽ ചിന്തിക്കണം. ആരെങ്കിലും ഇതൊന്ന് ഇറക്കുവാൻ നോക്കിയാൽ അല്പം സഹായിക്കുമെന്ന് കരുതി എത്ര പേരിലേക്ക് ആശയോടെയാണ് ഈ ദിവസം നമ്മൾ നോക്കിയത്. എന്നാൽ അവരെല്ലാം നമ്മെ വിട്ട് കടന്നുപോയി. അപ്പോഴാണ് ഇമ്പകരമായ നേരിയ ശബ്ദം ഞാൻ എൻ്റെ പിന്നിൽ കേട്ടത്. നിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. എൻ്റെ ഭാരം മുഴുവനും ഞാൻ അവൻ്റെ മുകളിലേക്കിട്ടു. നിരാശ, കണ്ണുനീര്, രോഗം, മറ്റുള്ളവരാലുള്ള നിന്ന, പക, എന്നെക്കുറിച്ച് കളവായി പറയുന്നത്, ശുശ്രൂഷയാലുള്ള കുഴച്ചിലുകളെല്ലാം ഞാൻ അവൻ്റെ മേൽ. എൻ്റെ കർത്താവ് അങ്ങനെയാണ് അത് ചുമക്കുന്നതെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, കരുണയോടെ അവൻ അത് ചുമന്നു. ഒരു ചിന്താകുലവുമില്ല. സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊണ്ട് പകലിൻ്റെ മണിക്കൂറുകളിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച ദൈവ പൈതലേ, നമ്മുടെ സകല ചിന്താകുലങ്ങളും യേശുവിൻ്റെ മേലിട്ട് കൊടുക്കുക. അവൻ നിങ്ങളെ പുലർത്തുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.